ഹലോ ഗൈസ്, അപ്പം ഓക്കെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1010. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പരിപാടി അഖിലനാഥയുടെ വീഡിയോ റിയാക്ട് ചെയ്യുവാണെന്ന്. അപ്പം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അമ്മേ പെട്ടപ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നു. പക്ഷേ മൊബൈലിന് പ്രോബ്ലം, അത് കുഴപ്പമില്ല. ഈ വീഡിയോ ആണ് എല്ലാവർക്കും. എന്ത് പറ്റി? നല്ലപോലെ വീർക്കുന്നുണ്ടല്ലോ. കൊണ്ട് വെക്കും. പറഞ്ഞു അമ്മയെ പറ്റിക്കുവാന്നോ? ഹായ് അമ്മേ. ഇനി അമ്മയുടെ മോനെ കലാവിരുത് അറിയണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കിയേ. ആ ബോധം പോയി. എനിക്ക് അപ്പോഴേ തോന്നി ബോധം പോകുന്നു. വെള്ളിയാഴ്ച ആണെങ്കില് സ്കൂളിന് ധൃതിക്കാണെങ്കിൽ ഞാൻ ഈ പാത്രം കഴുകെടുത്ത് ബാഗിൽ വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ കൊടുക്കാനങ്ങ് മറന്നുപോയി. ഇനിയിപ്പൊ തിങ്കളാഴ്ച ആയല്ലോ, അപ്പൊ ചോറെടുത്ത് വെക്കാൻ വേണ്ടി അമ്മ പാത്രം പോയി തുറന്ന. അതൊരു സന്തോഷത്തിരി അല്ലല്ലോ. മതി ചെറുക്കനെ അടിച്ചത്. ഈ പാത്രം ഞാൻ കഴിക്കോളാം. അത് സ്കൂളിൽ പോകാനുള്ളല്ലോ, വിട്ടേക്ക്. ഇന്നല്ലയോ ചെക്കൻ പിണങ്ങിക്കുവന്നോ? എടാ മക്കളെ, ഇനി ശ്രദ്ധിച്ചാ മതി കേട്ടോ. ഇടക്കൊക്കെ മാറ്റിയേ. വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. കഴിക്കും. മീൻ വറുത്തി എവിടെ വെക്കണം നമുക്കറിയാലോ. ചെക്കന്റെ ഒരു ഭാഗ്യം, ഇഷ്ടംപോലെ കൂട്ടാനുണ്ടല്ലോ. മതി. അത്ര ചെറുക്കൻ്റെ ഭാഗ്യം. ഓക്കെ, അവിടെ PGMA കളിച്ചോണ്ടിരിക്കട്ടെ അവരെ. അപ്പോഴത്തേനും നമുക്ക് ബാക്കി വീഡിയോ കാണാം. ശരിയായോ? ആ ബാഗ് കൂടെ ഒന്ന് കഴുകായിരുന്നു. ഭയങ്കര വാട കേട്ടോ. എന്റെ ദൈവമേ. ഞാനെന്നാ സ്കൂളിലോട്ട് പോവാ. 5 രൂപ ഉണ്ട്. പുളിമുട്ടായി. എടാ മോനെ, ബാഗിട്ട് കുലുക്കല്ലേടാ. അറിയാതെ ഞാൻ തന്നെ തുറന്നു പോടാ. ഇവനാണ് എന്റെ ക്ലാസ്സിലെ പ്രധാന തീറ്റക്കാരൻ. ഇവന്റെ പേര് അശ്വിൻ. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ അവന്റെ കൂടെ. ചോറ് കൊണ്ടുവരാൻ മറന്നിട്ടൊന്നുമില്ലല്ലോ. മറന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇപ്പോഴേ ചെക്ക് ചെയ്യും. കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനിന്ന് എന്ത് ഫുഡായിരിക്കും കൊണ്ടുവന്നത്? എനിക്ക് ഇവന് ഫുഡ് കൊടുക്കുന്നോണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ചോറ് വെച്ചിട്ട് കൂട്ടാൻ മാത്രം എടുത്തോണ്ട് പോകുന്നത് ഒരു തെണ്ടിത്തരമല്ലേ? എങ്കിൽ ആ തെണ്ടിത്തരം കാണിക്കുന്ന തെണ്ടിയാണ് ഈ ഇരിക്കുന്നത്. കൈ ചിക്കൻ കറി കണ്ടില്ലയോ? വേണ്ട രീതി കാണുന്നു.
ലഞ്ച് ബ്രേക്കിന്റെ സമയമായി. അശ്വിനെ സാറ് വിളിക്കുന്നു സ്റ്റാഫ് റൂമിലോട്ട് കഴിച്ചിട്ട് വരാന്ന് പറ. എടാ സാറ് അത്യാവശ്യമായിട്ട് വിളിക്കും. നീ അങ്ങോട്ട് ചെന്നേ. ഇതിന് അത്യാവശ്യത്തിനായിരിക്കും, വെറുതെ വെറുപ്പിക്കണ്ട. സിനിമാർക്ക് കിട്ടാനുള്ള അങ്ങോട്ട് ഓടി ചെല്ലണം. അങ്ങോട്ട് അവിടെ ഇരിക്കുന്ന എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ആദ്യം മീൻമർത്ത എനിക്ക് വേണം കേട്ടോ. ആദ്യം ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അതെനിക്ക് വേണം പകുതി. അവനെ വെച്ച് നോക്കുമ്പോ എന്റെ മൊയാളി എന്ത് പാവുക. ആക്രാന്തം കാണിക്കാനുള്ള പെരുക്കെ തുറന്നാ പറ്റും. നടക്കുവോ? ഞാൻ തുറക്കാം. ഞാൻ വിളിപ്പിച്ചില്ല. എടാ ഇങ്ങനെ ഇടിക്കാനാണ് ഞാൻ കാളും കൂടെ. എന്തൊരു ഇടിയാടാ എന്റെ ദൈവമേ. എടാ ചൂട് ചോറ് ഇട്ടപ്പോ ടൈറ്റായി പോയതാടാ. എടാ ഏറ് കൊണ്ടാണ് ഇതൊക്കെ തുറക്കണ. പൊട്ടം വല്ലതൊക്കെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് വന്നത് ഞാനാണോ സാർ അവനാണോ സാറ്? ക്ലാസ്സിലോട്ട് വരുന്നുണ്ടോ? ഓക്കെ, ഗുലാബ് ചലഞ്ച്. നീ ഗുലാബ് വരണേ. അയ്യോ എന്റെ തല, അയ്യോ എന്റെ കണ്ണ്, എന്റെ മൂക്ക്. കള്ളത്തെണ്ടികൾ എന്നെ പറ്റിച്ച. അയ്യോ എന്റെ താരോശോ, എന്റെ ദൈവം പെരുക്കെ വീടാ. അയ്യോ അതിനകത്തൊന്നും ഇല്ല. ഓ ഇല്ലയോ? നീ പറഞ്ഞില്ലേ അതിന് തരൂ. അതിന് നിന്റെ അതില് പാതി മീൻ നിർത്തയില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ തരുന്നേ? ചോറും കറിയുണ്ടല്ലോ, അവൻ കഴിക്ക്. ആര് വാരി തിന്ന്. മുള്ളു തന്നില്ലെന്ന് വേണ്ട. അമ്മേ ഞാൻ കളിക്കാൻ പോവാട്ടോ. അപ്പൊ നിനക്ക് പഠിക്കണ്ടായോ? ഇന്നോട്ട് ഓണത്തിന്റെ അവധി ഇല്ലയോ? ഞാൻ ഇന്ന് കളിച്ച് മടുക്കൊപ്പം കാണാൻ കേട്ടോ. ബൈ. തുണിയൊന്നും മാറിയിട്ട് പോടാ. ദൈവമേ, ഇനി 10 ദിവസം എന്റെ കുന്തളി പരിക്കും. 10 ദിവസവും 10 ദിവസം ഞാൻ ഇതിനകത്തിരുന്ന് പുഴുകുമല്ലോ. എന്നിട്ട് തുറക്കുമ്പോ എന്റെ അവസ്ഥ. ഇതുപോലത്തെ കുറെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ഷെയർ അടിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഞാൻ വീഡിയോസ് ഇട്ട് തരും.